എല്ലാ പ്രേക്ഷകർക്കും നാട്ടിലോട്ടിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ. അപ്പോൾ താഴെത്തട്ടിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഉത്സവം തന്നെയാണ്. ഇന്ന് അതിൻ്റെ ഒരു നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ വിശദമായി നോക്കാം നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. നാളെയാണ് ഇതിൽ സൂക്ഷ്മ പരിശോധന, നാളെ മുതലാണ് ആരംഭിക്കുക. തിങ്കളാഴ്ച വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ട്. ഇന്നലെ വരെ 95,369 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ മത്സര രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി ആരൊക്കെ പിൻവലിയുന്നു എന്നതാണ് അറിയേണ്ടത്. അതിന് ഏതാണ്ട് 3 ദിവസത്തെ ഒരു സമയമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. തിങ്കളാഴ്ച 3 മണിയോടുകൂടി അതിനുള്ള സമയം പൂർത്തിയാകും. വി അരുൺ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഒരുപാട് നിരാശരായ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്മാറാതെ വിമതരായി മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. മറ്റ് പലതരത്തിലുള്ള വ്യത്യസ്തമായ മത്സരങ്ങൾ, ഒരു കുടുംബത്തിൽ നിന്നൊക്കെ തന്നെ പരസ്പരം ബന്ധുക്കൾ മത്സരിക്കുന്ന, അങ്ങനെ നിരവധി വ്യത്യസ്തങ്ങളായ ആളുകൾ മത്സര രംഗത്തുള്ളതിൻ്റെ പല അനുഭവങ്ങളും നമ്മൾ ഇതിനോടകം കണ്ടിരിക്കുന്നു. ഇപ്പോൾ മത്സര രംഗത്ത് ഏതാണ്ട് 1 ലക്ഷത്തോളം അടുത്ത് ആളുകൾ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഈ മുന്നണികൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിമത സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരിൽ ആരൊക്കെ പിൻവാങ്ങുന്നു എന്നതാണ് അറിയേണ്ടത്. എന്താണ് ഒരു ചിത്രം? ഇനി അതിനുള്ള നീക്കങ്ങളായിരിക്കുമോ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞതോടുകൂടി സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ, ഡമ്മി സ്ഥാനാർത്ഥികളെയും ഒക്കെ പത്രിക കൃത്യമായി നൽകാനായി എന്ന ആത്മവിശ്വാസത്തിലാണ്. നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 3 മണി വരെ പത്രികകൾ പിൻവലിക്കാം. പലയിടങ്ങളിലും 3 മുന്നണികൾക്കും, ഇടത് വലത് മുന്നണികൾക്കും BJPക്കും വിമത സ്ഥാനാർത്ഥികളുടെ ശല്യമുണ്ട്, വിമത ഭീഷണിയുണ്ട്. അത് പിൻവലിപ്പിക്കാൻ ശ്രമത്തിലാകും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. വോട്ടർപട്ടികയിൽ പേരില്ലാത്തതിൻ്റെ പേരിൽ പലയിടത്തും തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ട അവസ്ഥ പ്രധാന മുന്നണികൾക്ക് തന്നെ ഉണ്ടായി എന്ന അസാധാരണ സംഭവവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും എല്ലാം കഴിഞ്ഞ ശേഷം തങ്ങളുടെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെ എല്ലാ വാർഡുകളിലും അണിനിരത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് മുന്നണികൾക്ക് ഉള്ളത്. അതിനും അപ്പുറത്തേക്ക് ഇനി വിമത ശല്യം എന്ന ഭീഷണി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. വളരെ സജീവമായി തന്നെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതുപോലെ കൂട്ടായ്മകളുടെ സ്ഥാനാർത്ഥികളും ഒക്കെ പ്രചരണ രംഗത്ത് സജീവമാണ്. പ്രാദേശിക വിഷയങ്ങൾ മുതൽ ശബരിമല വരെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലാണ് സർക്കാരിൻ്റെ ഇടതുമുന്നണിയുടെയും പ്രതീക്ഷ. തുടർഭരണമുണ്ടാക്കുന്ന എതിർപ്പുകൾ, ഭരണവിരുദ്ധ വികാരം ഗുണമാകുമെന്ന്, തിരിച്ചുവരവിന് അവസരമൊരുങ്ങുമെന്ന് BJP കരുതുന്നു. 2 മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച ജനം ഇത്തവണയും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് BJP കേന്ദ്രങ്ങൾക്കുള്ളത്. അങ്ങനെ ത്രികോണ പോരാട്ടം ഏറെക്കുറെ പലയിടങ്ങളിലും ഉറപ്പായി കഴിഞ്ഞു. അതിനും അപ്പുറത്തേക്ക് വിമതരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒക്കെ വരുമ്പോൾ പലയിടത്തും ചതുഷ്കോണ പോരാട്ടത്തിന് കൂടിയാണ് കളമൊരുങ്ങുന്നത്. വി അരുണിനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥിക്കെതിരില്ല. 2ാം വാർഡായ മൊറാഴ, 19ാം വാർഡ് പൊടിക്കുണ്ട് എന്നീ ഡിവിഷനുകളിലാണ് എതിരില്ലാത്തത്. 2ാം വാർഡിൽ K രജിതയും 19ാം വാർഡിൽ K പ്രേമരാജനുമാണ് വിജയം ഉറപ്പിച്ചത്. മലപ്പട്ടത്ത് 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ല. അടുവാപ്പുറം സൗത്തിൽ CK ശ്രേയയും നോർത്തിൽ IV ഒതേനുമാണ് എതിരില്ലാത്തത്. സുമേഷ് മൊറാഴയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുമേഷ്, എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആന്തൂർ നഗരസഭയിൽ 2 വാർഡുകളിൽ LDFന് എതിരില്ലാത്ത ഒരു സാഹചര്യം. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? രേണുക, ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിലും അതുപോലെ തന്നെ മലപ്പട്ടം പഞ്ചായത്തിലെ 2 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കുമാണ് എതിരില്ലാത്തത്. ഇതിൽ ആന്തൂർ നഗരസഭയിലെ 2ാം വാർഡ് മൊറാഴയിലും അതുപോലെ തന്നെ 19ാം വാർഡ് പൊടിക്കുണ്ട് എന്നീ വാർഡുകളിലുമാണ് എതിരില്ലാത്തത്. ഈ 2ാം വാർഡിൽ K രജിതയും അതുപോലെ തന്നെ 19ാം വാർഡിൽ K പ്രേമരാജനുമാണ് ഈ LDF സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഇവർക്കാണ് ഇപ്പോൾ എതിരില്ലാത്തത്.
ഇതിലെ പ്രത്യേകത രണ്ടാം വാർഡ് എന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടുന്ന വാർഡാണ്. ഈ വാർഡിൽ കഴിഞ്ഞ തവണ, അതായത് 2015 ഈ ആന്തൂർ നഗരസഭ രൂപീകൃതമായത്. അതിനുശേഷം ഈ 2 തവണയും ഈ വാർഡിൽ എതിരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും ഈ വാർഡിൽ സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. ഈ 2015 അന്ന് 28 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 പേർ അന്ന് ഈ എതിരില്ലാതെ ഈ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് 2020 നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 6 സ്ഥാനാർത്ഥികൾക്കാണ് എതിരില്ലാതിരുന്നത്. ഇവരും LDF സ്ഥാനാർത്ഥികളായിരുന്നു. പിന്നീട് ഇത്തവണയും അതുപോലെ തന്നെ 2 വാർഡുകളിലാണ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. അതുകൊണ്ട് തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഏതായാലും അതിനുള്ള ഈ സ്കൂട്ടിന് ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങൾ നടക്കാനുണ്ട്. അതുകൊണ്ട് ഏതായാലും ഈ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികളില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷമില്ലാത്ത ഏക നഗരസഭ കൂടിയാണ് ഈ ആന്തൂർ എന്ന് പറയുന്നത്. CPMന്റെ ശക്തി കേന്ദ്രമായ ഒരു പ്രദേശം കൂടിയാണ് ഈ ആന്തൂർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2015 ഈ നഗരസഭ രൂപീകൃതമായത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നഗരസഭയിൽ പ്രതിപക്ഷം ഇല്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയും ഈ നഗരസഭയ്ക്കുണ്ട്. പിന്നീടുള്ളത് ഈ മലപ്പട്ടത്താണ്. മലപ്പട്ടം പഞ്ചായത്തിൽ ഈ 2 വാർഡുകളിലാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. ഈ അടുവാപ്പുറം നോർത്തും അതുപോലെ തന്നെ അടുവാപ്പുറം സൗത്തും ഈ 2 വാർഡുകളും ഈ LDF സ്ഥാനാർത്ഥികൾക്കാണ് എതിരില്ലാത്തത്. അതിൽ അടുവാപ്പുറം സൗത്തിൽ CK ശ്രേയയും നോർത്തിൽ IV ഓദേനനുമാണ് എതിരില്ലാത്തത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലപ്പട്ടവും ഈ പറയുന്ന പോലെ തന്നെ CPMന്റെ ശക്തി കേന്ദ്രമാണ്. അതുപോലെ തന്നെ ആന്തൂറിനെ പോലെ തന്നെ മലപ്പട്ടവും ഇതുപോലെ തന്നെ CPMന്റെ കൂടുതൽ ശക്തി കേന്ദ്രമായ ആന്തൂർ പോലെ തന്നെ മലപ്പട്ടവും അതുപോലെയുള്ള പ്രദേശമാണ്. ഏതായാലും ഈ 2 CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ 2 സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് 2 വീതം സ്ഥാനാർത്ഥികൾക്കാണ് ഇപ്പോൾ എതിരില്ലാത്തത്. ശരി, സുമേഷ് മൊരാഴയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് പുറത്താക്കിയ കൗൺസിലർ PK രാഗേഷ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയും ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും സഖ്യമായാണ് 12 വാർഡുകളിൽ മത്സരിക്കുന്നത്. പഞ്ഞിക്ക വാർഡിൽ നിന്നാണ് PK രാഗേഷ് മത്സരിക്കുക. നമ്മളുമായി സഹകരിക്കാൻ പറ്റുന്ന മറ്റു ഇതേ സമാനമായി ചിന്തിക്കുന്നവരുമായി കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാന ഘടകത്തിൻ്റെ കണ്ണൂരിലുള്ള ഘടകം കൂടി നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞ് അവരും നമ്മളും കൂടി ഒന്നിച്ചാണ് മത്സരങ്ങൾക്കുള്ളത്. കോഴിക്കോട് കുറ്റ്യാടിയിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണനയെന്ന് ആരോപിച്ചാണ് രാജി. വടകര നഗരസഭയിൽ RMPക്ക് വിമതൻ, നഗരസഭാ വാർഡ് 27 RMP പ്രവർത്തകൻ ആസാദ് സിംഗ് പത്രിക നൽകി. വടകര നഗരസഭാ വാർഡ് 7 കോൺഗ്രസിനും റിബൽ സ്ഥാനാർത്ഥിയുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി നഗരസഭാ ഓഫീസിനുള്ളിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പായിരുന്നു നേതാക്കൾ തമ്മിലടിച്ചത്. കോൺഗ്രസിന്റെ ആറ്റിങ്ങലിലെ മുൻ മണ്ഡലം പ്രസിഡന്റ് സതീഷ് തമ്പി, പ്രവർത്തകനായ ആസാദ് എന്നിവർ തമ്മിലായിരുന്നു കയ്യാങ്കളി. നഗരസഭയുടെ 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി സതീഷ് തമ്പി ഒരാളെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിലവിലെ മണ്ഡലം പ്രസിഡന്റ് അംബിരാജ് മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും പത്രികാ സമർപ്പണത്തിനായി ആറ്റിങ്ങൽ നഗരസഭയിലെത്തുകയും ചെയ്തു. ഇവർ തമ്മിൽ ആരംഭിച്ച തർക്കമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത്. ആഭ്യന്തര കലഹത്തെ തുടർന്ന് തൃശൂരിൽ മേയർ പരിഗണനയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി BJP. കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് മത്സരിക്കാനിരുന്ന സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ B ആതിരയാണ് മാറ്റിയത്. ശ്രീവിദ്യ എന്നാണ് പുതിയ സ്ഥാനാർത്ഥി.
പ്രഖ്യാപനം നടത്തി ഒരാഴ്ചയ്ക്കകമാണ് പുതിയ മാറ്റമുണ്ടായത്. അധ്യാപികയായതിനാലും സംഘടനാ ചുമതലകൾ ഉള്ളതിനാലുമാണ് സ്ഥാനാർത്ഥി മാറ്റമെന്നാണ് BJPയുടെ വിശദീകരണം. എന്നാൽ ആതിരയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒരു വിഭാഗം നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു. മേയർ സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച ആളാണ് ആതിര. എന്നാൽ നേതൃത്വത്തിന്റെ പിന്തുണ കാര്യമായി ആതിരയ്ക്കില്ലെന്നും വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി. പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDF-ലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത്. യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധമുയർത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ ഉപരോധിച്ചിരുന്നു. വർഷങ്ങളായി പടന്ന ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ടൗൺ ക്ലബിലെ യുവാക്കളും ഉപയോഗിക്കുന്ന പടന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ എതിർപ്പ് പരിഗണിച്ചില്ല. പടന്ന പഞ്ചായത്തിലെ 6 വാർഡുകളിൽ പ്രവർത്തകരെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും വിമർശനമുണ്ട്. പ്രതിഷേധമുയർത്തതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യതയില്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കമറുദ്ദീൻ PK, ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി PKC, ട്രഷറർ ജലീൽ ഓരിമുക്ക് തുടങ്ങിയവരാണ് രാജിവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ സാഹചര്യത്തിൽ കമ്മിറ്റി ഒരുമിച്ച് രാജിവെക്കുന്നുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. നവംബർ 2-ന് ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് കൂട്ടത്തോടെ രാജിവെച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടതിന് തെളിവായി ദൃശ്യങ്ങൾ. വൈഷ്ണ രേഖപ്പെടുത്തിയ TC നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണ്. ഈ രേഖ ഉപയോഗിച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത്. എന്നാൽ പരിശോധനയ്ക്കെത്തിയത് നഗരസഭയിലെ റവന്യൂ വിഭാഗം ജീവനക്കാരാണ് എന്നതാണ് മേയറുടെ ഓഫീസിന്റെ വിശദീകരണം. മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയതിന് പിന്നിൽ മേയറുടെ ഓഫീസും മേയറുടെ ഇടപെടലുണ്ടെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് K. മുരളീധരനാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവടക്കം ഒരു CPM നേതാവും 2 CPM നേതാക്കൾ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണം ഉയർത്തിയിരുന്നു. ഇന്ന് പുറത്തുവന്ന തെളിവുകൾ ആരോപണങ്ങളെ ഒരു പരിധിവരെ സാധൂകരിക്കുന്നതാണ്. കോർപ്പറേഷൻ ഓഫീസിലെ ജീവനക്കാർ വൈഷ്ണയുടെ പേര് ചേർന്ന വീട്ടിൽ പോയി അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നേരത്തെ CPM കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നത്. വൈഷ്ണയുടെ വോട്ട് അവിടെയല്ല എന്ന് തെളിയിക്കാൻ ആ വീട്ടിലെ ഇപ്പോൾ താമസക്കാരിയുടെ ഒരു പ്രതികരണമാണ് അന്ന് പുറത്തുവിട്ടത്. അതിൽ കോർപ്പറേഷൻ ഓഫീസിൽ 2 ജീവനക്കാരുണ്ട്. അത് മേയറുടെ ഓഫീസ് സ്റ്റാഫ് എന്ന വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ മേയറുടെ ഓഫീസിലെ വിശദീകരണം റവന്യൂ വിഭാഗത്തിലെ മേയറുടെ ഓഫീസിലെ റവന്യൂ വിഭാഗത്തിലെ ജീവനക്കാരാണ്. അവർ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതിനപ്പുറത്തേക്ക് അവരുമായി ഒരു ബന്ധവും നഗരസഭയ്ക്ക് ഇല്ല. നഗരസഭാ ജീവനക്കാർ PSC വഴി ജോലിയിൽ വന്നവരാണ്. ഇലക്ഷൻ ഡ്യൂട്ടികൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവിടെ മേയറുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണമാണ് മേയറുടെ ഓഫീസ് നൽകുന്നത്. എന്നാൽ കോൺഗ്രസും പ്രതിപക്ഷവും വലിയൊരു ആയുധമാക്കി മാറ്റുകയാണ്. വൈഷ്ണ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കാൻ മേയർ ഇടപെട്ടു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വരും ദിവസങ്ങളിലും ഇത് മുട്ടട വാർഡിലും തിരുവനന്തപുരം നഗരസഭയിലും മാത്രമല്ല സംസ്ഥാന വ്യാപകമായി വോട്ട് വെട്ടാൻ CPM ശ്രമിച്ചു. അതിന് മേയറും അവരുടെ ഓഫീസും കൂട്ടുനിന്ന ആരോപണം ശക്തമായി ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോഴും പല തദ്ദേശ സ്ഥാപനങ്ങളിലും വെൽഫെയർ UDF ധാരണ. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ UDF-ന് സ്ഥാനാർത്ഥിയില്ല. ഇക്കാര്യം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സാലി കൊടപ്പൻ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു.
തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു തരത്തിലുമുള്ള രഹസ്യമോ പരസ്യമോ ആയ ധാരണ ഇല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ മിക്കയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരസ്പരം പിന്തുണച്ചാണ് വെൽഫെയർ പാർട്ടിയും UDFും മത്സരിക്കുന്നത്. UDF സ്വതന്ത്രർ മത്സരിക്കുന്ന ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടി തങ്ങളുടെ പിന്തുണ സ്വതന്ത്രന് നൽകുന്നു. വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്രൻ മത്സരിക്കുന്ന ഇടങ്ങളിൽ UDF അവരുടെ പിന്തുണ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് നൽകുകയും ചെയ്യുന്നു. പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഇടങ്ങളിൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അതായത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നിടത്ത് UDF സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യമുണ്ട്. കോഴിക്കോട് ജില്ലയുടെ പല മേഖലകളിലും ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇരുവരുടെയും പൊതുധാരണ പ്രകാരം മത്സരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെയാണ് മത്സരം മുന്നോട്ട് നീങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ പരസ്യമായ ബന്ധമാണ് ഇരു വിഭാഗവും തമ്മിലുള്ളത്. വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിന് UDF നേതാക്കളടക്കം പോവുകയും ചെയ്തു. ഇത്തരത്തിൽ പലയിടങ്ങളിലും ധാരണ ഉണ്ട് എന്ന്, ധാരണകളിൽ ചർച്ച നടക്കുന്നുവെന്ന് കോഴിക്കോട് ജില്ലയുടെ വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രാദേശിക ധാരണകളാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. പ്രാദേശിക ധാരണകൾ പല നിലയിൽ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ആയിട്ടില്ല. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ വെക്കുക, മത്സര രംഗത്തുണ്ടാവുക എന്നതാണ് പാർട്ടി സ്വീകരിച്ച നിലപാട്. ആ നിലക്ക് നമ്മൾ നോമിനേഷനുകൾ കൊടുക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. വെൽഫെയർ പാർട്ടിയും UDFുമായി തെരഞ്ഞെടുപ്പിൽ പരസ്യമായ ധാരണയുണ്ടെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് പാണക്കാട് തങ്ങൾ വരെ എത്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതേതരത്വം കേരളത്തിൽ ഇങ്ങനെയാണ്. കേരളം ഇതെന്താ പറയാ, ഇതാണ് കേരളം, ഇത് കേരളമാണ്. അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മതേതര പാർട്ടിയാണ്. തങ്ങന്മാര് പ്രഖ്യാപിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയാണ് പ്രഖ്യാപിച്ചെങ്കിൽ കുഴപ്പമില്ല, തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. തങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ഞാൻ ഏറ്റവും വലിയ മതേതരവാദി എന്നാണ്. എവിടെ മതേതരവാദിക്ക് എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പരസ്പരം സഹകരണം ഉണ്ടായിരുന്നു. മുന്നണി ധാരണ അനുസരിച്ച് പല നഗരസഭകളിലടക്കം വെൽഫെയർ പാർട്ടിയും UDFും മത്സരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഒന്നിച്ച് മത്സരിച്ച മുക്കം നഗരസഭയിലടക്കം ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നു. മറ്റ് നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും UDFിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക പിൻവലിക്കുന്ന സമയമെത്തുമ്പോൾ ഇക്കാര്യത്തിലുള്ള ധാരണ കൂടുതൽ പ്രകടമാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർഡിലെ വോട്ടർമാർക്ക് പാമ്പ് ശല്യമേറിയതോടെ വനം വകുപ്പ് ഓഫീസുകളിൽ കയറിയിറങ്ങി മടുത്ത് അവസാനം പാമ്പ് പിടുത്തക്കാരനായി മാറിയ ഒരു പഞ്ചായത്ത് അംഗമുണ്ട്. കോഴിക്കോട് അത്തോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സന്ദീപ് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ജനവിധി തേടുന്നത്. വോട്ട് പിടുത്തത്തിനൊപ്പം പാമ്പ് പിടുത്തവും തകൃതിയായി നടക്കുന്നുണ്ട് ഇവിടെ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് പിടുത്തത്തിന്റെ തിരക്കിനൊപ്പം മറ്റൊരു പിടുത്തം കൂടി നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പമുള്ളത്. പാമ്പ് പിടുത്തമാണ്. ഈ ആളുകൾ പലയിടങ്ങളിൽ നിന്നായി വിളിക്കുമ്പോൾ ഓടി അതുകൂടി ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദീപിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നല്ല ഇതിൽ തുടങ്ങിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അത്തോളി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. മുമ്പ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റാണ്, പഞ്ചായത്ത് അംഗമാണ്. അതെ, 2010 ഫസ്റ്റ് ജനപ്രതിനിധിയായി. പിന്നെ 2020 സമയത്താണ് വൈസ് പ്രസിഡന്റ് ആയി 2.5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊപ്പം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ വോട്ട് പിടുത്തം മാത്രമല്ല നടത്തുന്നത്, ഈ ആളുകൾ പാമ്പ് പിടിക്കാനും കൂടെ വിളിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഞാൻ 2010 ജനപ്രതിനിധിയായി വന്ന സമയത്ത് നമ്മളെ വീടുകളിലൊക്കെ, വാർഡിന്റെ പരിധിയിൽപ്പെട്ട വീടുകളിലൊക്കെ അതേമാതിരി പാമ്പും അതേമാതിരി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. അപ്പോൾ നമ്മളത് ഫോറസ്റ്റിലേക്ക് അറിയിക്കുകയും ഫോറസ്റ്റിൽ നിന്ന് അവർ വരുന്നവരെ ചിലപ്പോൾ നമ്മളവിടെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അവർ തിരക്കിലാണ്, ചിലപ്പം നമുക്ക് മണിക്കൂറുകളോളം ആ വീട്ടിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതിൽ നിന്നെങ്ങനെ നമുക്ക് ആളുകളെ സഹായിക്കാമെന്ന് ചിന്തയിലാണ് നമ്മളെ താമരശ്ശേരിയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ട്രെയിനിങ് പങ്കെടുക്കുകയും ലൈസൻസ് ലഭിക്കുകയും ചെയ്തു. അപ്പം വാർഡിലെ വോട്ടർമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് പാമ്പ് പിടുത്തം പഠിച്ചത്? അതെ 100%. എന്നിട്ട് ഇത് പഠിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടായ നാട്ടുകാർക്ക്? എത്രയോ ആള് ഇപ്പോൾ അണ്ടിക്കോടാണെങ്കിലും ചീക്കലോടും പിന്നെ ഉള്ളേരി വരെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്നുണ്ട്. ഒരു 10-400 പാമ്പുകൾ ഇപ്പം പിടിച്ചിട്ടുണ്ട്.
ഈ ആളുകൾക്കൊരു വലിയ ഭയമാണല്ലേ, ഒരു പാമ്പ് ഒരു വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനസമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതെ നമ്മള് ചിലപ്പോ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. ആണുങ്ങളൊക്കെ ജോലിക്ക് പോയ സമയത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അത് ചിലപ്പം കുട്ടികൾ മാത്രമായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ജനപ്രതിനിധിയെ സംബന്ധിച്ചോളം ഒരു വലിയൊരു കാര്യം തന്നെയായിട്ട് കാണുകയാണ്. അപ്പൊ ഈ ജനപ്രതിനിധികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഈ പാമ്പിനെ കൊണ്ടല്ലേ. ആദ്യം പഞ്ചായത്ത് മെമ്പറെ ആയിരിക്കും വിളിക്കുക, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളാണ് വിളിക്കുക. അതെ നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുക മെമ്പറെ ആണല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാവരും, എല്ലാ മെമ്പർമാരുള്ള അവസ്ഥ. ഇപ്പം ബാക്കിയുള്ള മെമ്പർമാർക്കും ഞാനിത് ഈ രംഗത്തുള്ളതിനെ കൊണ്ട് ബാക്കിയുള്ള മെമ്പർമാർക്ക് ഒരു വളരെ സമാധാനം കിട്ടുന്നുണ്ട്. ഓരോ വാർഡുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വേഗം പോലെ ബന്ധപ്പെടും, നമുക്ക് പോകാനും അവരെ സഹായിക്കാനും സാധിക്കുന്നുണ്ട്. ഈ പിടിച്ചെടുക്കുന്ന പാമ്പിനെ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കക്കയത്തേക്ക് അറിയിക്കും, അല്ലെങ്കിൽ താമരശ്ശേരി അറിയിക്കും. അപ്പം കക്കയത്തേക്കൊക്കെ അറിയിച്ചാൽ അധികം പോലും ഇവിടെ വന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ബാലുശ്ശേരിയൊക്കെ എത്തിച്ചു കൊടുത്താൽ കക്കയെന്ന് പോലും ബാലുശ്ശേരി വരെ വന്ന് കൊണ്ടുപോകും. പറ്റുന്ന സമയമാണെങ്കിലൊക്കെ പോലും ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോലുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും പാമ്പ് കൊടുത്തതിന് പോകുന്നുണ്ട്, ആളുകൾ വിളിക്കാറുണ്ടോ? ഉണ്ട് വിളിക്കാറുണ്ട്. കയ്യിൽ തന്നെ സാധനം കരുതിയാ പോകും. അതെ തീർച്ചയായും. ഈ ഒരു പാമ്പ് പിടുത്തം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലേ ഈ ചെല്ലുമ്പോൾ ഒരു സ്വീകരണം എങ്ങനെയുണ്ട്? അതുണ്ട്, എല്ലാവർക്കും ഒരു പ്രാവശ്യം ഇവിടെ പോയാൽ പിന്നെ അവിടെ പോകുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടാവും. ഭയങ്കര ഒരു പേടി ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് അവര് ഒരു സഹായം കിട്ടുന്ന സമയത്ത് ഒരിക്കലും എപ്പോഴും അവരെ മനസ്സിലുണ്ടാവും. അതിന് ഈ കക്ഷിഭേദമൊന്നും കാണത്തില്ല, എല്ലാ പാർട്ടിക്കാരുടെയും വീട്ടിൽ പിടിക്കും. എല്ലാ പാർട്ടി ഇതില്ല. അല്ലെങ്കിൽ മെമ്പർ ആയി വന്നാൽ പിന്നെ രാഷ്ട്രീയം അല്ലല്ലോ. എല്ലാവരെയും മെമ്പർ, ഒരു വാർഡിലെ മെമ്പറായി തിരഞ്ഞെടുത്താൽ പിന്നെ അവർ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയല്ല, എല്ലാവരും മെമ്പറായിട്ടല്ലേ നമ്മൾ കാണുക. അതുപോലെ തന്നെ ആളുകൾ കാണുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സിറ്റിംഗ് ഡിവിഷനിൽ ആരാണ് ജയിച്ചു നിൽക്കുന്ന സ്ഥലമാണ്? ഇതിലിപ്പോ LDF ജയിച്ച ഒരു മണ്ഡലമാണ്. പിടിക്കാൻ പറ്റും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതുപോലെയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ. കാരണം പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ ഏറ്റവും അധികം വിളി വരുന്നത് ഒരുപക്ഷെ ഈ പാമ്പിന്റെ ശല്യം മൂലമാണ്. അങ്ങനെ അതിനുവേണ്ടി പാമ്പ് പിടുത്തം പഠിച്ച ഒരു ആൾ കൂടിയാണ്. എന്തായാലും ഇത്തവണ അത് ഈ ജനങ്ങളുമായുള്ള ഒരു ഇടപഴകൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു അമ്മയും മകനും ജനവിധി തേടുന്നുണ്ട്. കൊട്ടൂർ പഞ്ചായത്തിലേക്ക് അമ്മ ഷീബ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മകൻ അർജുൻ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് അമരുമ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഊരാണ്ടിയിൽ വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിലെ 2 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് അമ്മയും മകനുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മകൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അമ്മ പഞ്ചായത്തിലെ വാർഡിലേക്കാണ് മത്സരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും നമുക്കൊപ്പമുണ്ട്. ആദ്യത്തെ മത്സരമാണ്. യുവാക്കൾക്ക് പാർട്ടി സീറ്റ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ട്. KSU സംസ്ഥാന ഭാരവാഹികൾക്ക് എല്ലാവർക്കും, അധിക ആളുകൾക്കും, പഞ്ചായത്തിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടി യുവാക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹം അതിന്റെ ഭാഗമായിട്ട് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടി. ഒരു വീട്ടിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് തന്നെ വലിയ പാടാ അല്ലെ? അപ്പം 2 സ്ഥാനാർത്ഥികളാണ് നിങ്ങളുടെ വീട്ടില്. അതെ, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷം? സന്തോഷമാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് 2 ആളെന്ന് പറഞ്ഞാൽ കൗതുകകരമായ ഒരു വാർത്തയാണ്. അതുകൂടാതെ അവൻ ചെറുപ്പം തൊട്ടേ അതായത് ഈ സൈക്കിളില് കൊടി കെട്ടി പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന കാലം തൊട്ടേ അവനൊരു ഈ രാഷ്ട്രീയത്തിൽ, അതായത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. രാഷ്ട്രീയത്തിൽ തന്നെ ആയിപ്പോയി. അത്ര അതില് സന്തോഷമാണോ വിഷമാണോ? സന്തോഷമുണ്ട്. കൂട്ടത്തിൽ അവന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ സർക്കാർ ജീവനക്കാരായി മാറുന്ന സമയത്ത് PSC പരീക്ഷയൊക്കെ എഴുതി പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഈ ആരുടെ ജയത്തിനാ കൂടുതൽ ആഗ്രഹിക്കുന്നത്? 2 പേരും ജയിക്കണം എന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഞാൻ എന്റെ മകൻ ജയിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ്. അതെ, അമ്മമാരെപ്പോഴും എനിക്കും ജയിക്കണം. അതായത് എന്റെ വാർഡില് ജയിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലൊരു പടി മുകളിൽ നിൽക്കുന്ന എനിക്ക് എന്റെ മകൻ ജയിച്ചു വരണം എന്നുണ്ട്. അർജുൻ എങ്ങനെ? അർജുന ഈ അമ്മ പറയുന്ന പോലെ തന്നെയാണ്. 2 പേരും ജയിക്കണം എന്ന് തന്നെ ആഗ്രഹം. 2ഉം നമുക്ക് വളരെ അത്യാവശ്യമായ സീറ്റുകളാണ്. എന്തായാലും 2 പേരും വിജയിക്കുമെന്നാണ് ആഗ്രഹം. കോട്ട, അതായത് LDF വിജയിച്ച വാർഡിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നേ കുറച്ച ആളാണ് അമ്മ. ഒപ്പം കോൺഗ്രസിന്റെ LDF സിറ്റിംഗ് വാർഡാണ്. അവിടെ കോട്ട പിടിച്ചടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അർജുനുമുള്ളത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇതോടുകൂടി നാട്ടിലോട്ടിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.